ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് തിരുവോണം എന്നുള്ളത്. ഓരോ തിരുവോണ നാളിലും കേരള ജനത തങ്ങളുടെ നാട് പണ്ട് ഭരിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാനായ ഒരു ചക്രവർത്തിയെ അനുസ്മരിക്കാറുണ്ട്. ദാനശീലനും നീതിമാനും സ്നേഹസമ്പന്നനുമായിരുന്ന ഈ അസുര ചക്രവർത്തി തിരുവോണ നാളുകളിൽ തന്റെ പ്രജകളെ, അതായത് ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങളെ സന്ദർശിക്കാൻ വരുമെന്നാണ് വിശ്വാസം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം ഭരിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാനായ ഈ ചക്രവർത്തിയുടെ പേര് മഹാബലി എന്നതായിരുന്നു. എന്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഹിന്ദു പുരാണത്തിലെ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ യഥാർത്ഥ ജീവചരിത്രമാണ്. അപ്പോൾ നമുക്ക് ചരിത്ര കഥയിലേക്ക് കടക്കാം. മഹാബലി എന്ന രാജാവിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. മഹാഭാരതത്തിലും പുരാണങ്ങളിലും പരാമർശിതനായ ദൈത്യരാജാവാണ് മഹാബലി എന്ന് പറയപ്പെടുന്നുണ്ട്. തൃക്കാക്കര ആസ്ഥാനമാക്കിയിരുന്ന മഹാനായ ഒരു ചേര രാജാവാണ് മഹാബലി എന്നും ഐതിഹ്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ മഹാബലിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യമാണ് ഭാഗവതത്തിലെ കഥ. ഈ കഥയനുസരിച്ച് കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനായിട്ടാണ് മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ ജനിക്കുന്നത്. മഹാബലിയുടെ പിതാവിന്റെ പേര് വീരോചനൻ എന്നതായിരുന്നു. കാലക്രമേണ രാജാധികാരത്തിലെത്തിയ മഹാബലി ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത വളരെ മികച്ച ഒരു ഭരണമാണ് തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കിയത്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു ശിവഭക്തൻ കൂടിയായിരുന്ന മഹാബലിയുടെ ഭരണകാലം. ഇങ്ങനെയുള്ള ഭരണം നിമിത്തം മഹാബലിയുടെ രാജ്യത്ത് മഹാലക്ഷ്മി വിളയാടി. രാജ്യം മുഴുവൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞു നിന്നു. അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടി കീഴടക്കി ഭരിക്കണമെന്ന ആഗ്രഹം മഹാബലിക്കുണ്ടാവുകയാണ്. അങ്ങനെ മഹാബലി സ്വർഗലോകം ആക്രമിക്കുകയാണ്. ഇതേ തുടർന്ന് ഇന്ദ്രാദി ദേവന്മാർക്ക് ദേവലോകം നഷ്ടപ്പെടുകയാണ്. ദേവലോകം നഷ്ടപ്പെട്ട ഇന്ദ്രാദി ദേവന്മാർ വേഷപ്രച്ഛന്നരായി സഞ്ചരിക്കേണ്ട അവസ്ഥയും വന്നു ചേരുകയാണ്. ദേവന്മാരുടെ ഈ ദുസ്ഥിതി കണ്ട ദേവമാതാവ് അതിഥി കഠിന തപസ്സിലൂടെ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷനാക്കുകയും ദേവന്മാരുടെ ദുരവസ്ഥ മഹാവിഷ്ണുവിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതറിഞ്ഞ മഹാവിഷ്ണു ആകട്ടെ അസുര രാജാവായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഇക്കാര്യങ്ങളൊന്നും അറിയാതെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി വിശ്വജിത് എന്ന യാഗം നടത്തുകയാണ്. ഇത് മനസ്സിലാക്കിയ മഹാവിഷ്ണു വാമന രൂപം പൂണ്ട് തപസ്സിലായിരുന്ന മഹാബലിയുടെ പക്കൽ ചെല്ലുകയാണ്. ശേഷം മഹാബലിയോട് 3 അടി മണ്ണ് ഭിക്ഷയായി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയം മഹാബലിയുടെ സമീപത്തുണ്ടായിരുന്ന അസുരഗുരു ശുക്രാചാര്യർക്ക് ഈ ചോദ്യത്തിൽ എന്തോ പന്തികേട് തോന്നുകയാണ്. ആയതിനാൽ തന്നെ ശുക്രാചാര്യർ മഹാബലിയെ വാമനന് 3 അടി മണ്ണ് നൽകുന്നതിൽ നിന്നും വിലക്കുകയാണ്. എന്നാൽ ദാനശീലനായ മഹാബലിയാകട്ടെ ഈ വിലക്ക് അവഗണിച്ച് ചെറുമനുഷ്യനായ വാമനന് 3 അടി മണ്ണ് അളന്നെടുക്കാൻ അനുവാദം നൽകുകയാണ്. എന്നാൽ അനുവാദം കിട്ടിയ ഉടനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാമനൻ ആകാശം മുട്ടെ വളരുകയും തൻ്റെ കാൽപാദം അളവുകോലാക്കി 3 അടി മണ്ണളക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട മഹാബലി ഞെട്ടിയെങ്കിലും താൻ കൊടുത്ത വാക്ക് പിൻവലിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആദ്യ 2 അടിയിൽ വാമനൻ സ്വർഗവും ഭൂമിയും പാതാളവും അളക്കുകയാണ്. ഒടുവിൽ 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി വാമനന് മുന്നിൽ മുട്ടുകുത്തി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ വാമന രൂപം ധരിച്ച മഹാവിഷ്ണു തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ
അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിലേക്ക്, അതായത് ഭൂമിക്കടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ്. എന്താണെങ്കിലും തന്നെ സന്തുഷ്ടനാക്കിയ മഹാബലിക്ക് ഭഗവാൻ മഹാവിഷ്ണു ചില സൗഭാഗ്യങ്ങൾ നൽകുന്നുണ്ട്. മഹാബലിയെ സുതലോകത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റി ഭഗവാൻ തന്നെ മഹാബലിക്ക് കാവലായി നിൽക്കുമെന്നതായിരുന്നു ഒന്നാമത്തെ സൗഭാഗ്യം. കൂടാതെ അടുത്ത മന്വന്തരത്തിൽ മഹാബലി ഇന്ദ്രനായി തീരുകയും ഒടുവിൽ ഭഗവത് സായുജ്യം നേടുകയും ചെയ്യുമെന്നും ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു. ഇതിനെല്ലാം പുറമെ തൻ്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്ന മഹാബലിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പ്രജകളെ സന്ദർശിക്കാനുള്ള അനുവാദവും മഹാവിഷ്ണു നൽകി. എന്താണെങ്കിലും മഹാബലി പാതാളത്തിലെത്തിയതോടുകൂടി ഇന്ദ്രാദിദേവന്മാർക്ക് സ്വർഗം തിരികെ ലഭിച്ചു. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ത്രിലോകങ്ങളെക്കാൾ മഹത്തരമാണെന്ന് മഹാബലി തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഇന്ദ്രന് ഈ തിരിച്ചറിവില്ലാതെ പോയല്ലോ എന്ന് സഹതപിക്കുന്ന മഹാബലിയെയും ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതം അനുസരിച്ചുള്ള മഹാബലിയുടെ ചരിത്രം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ ഓണത്തെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും വാമൊഴിയായി പ്രചരിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതനുസരിച്ച് മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ ഒരു കുറവുമില്ലാതെ വളരെ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇക്കാരണത്താൽ തന്നെ ജനങ്ങൾ ദൈവങ്ങളെ ആരാധിച്ചിരുന്നുമില്ല. ഇതിൽ അസംതൃപ്തരായിരുന്ന ദൈവങ്ങൾ മഹാബലിയുടെ ഭരണം അവസാനിപ്പിക്കാൻ പദ്ധതിയിടുകയും ഈ പദ്ധതി പ്രകാരം വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയുമാണ് ഉണ്ടായത് എന്നതാണ്. അവസാനമായി മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഈ അർത്ഥം തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അന്വർത്ഥമാക്കുകയും ചെയ്തു. ഇത് എടുത്തു പറയാതെ വയ്യ. ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ നാട് മുൻപ് ഭരിച്ചിരുന്ന നീതിമാനായ ഒരു രാജാവിനെ അനുസ്മരിക്കുന്ന വലിയ ഒരു ഉത്സവമാണ് തിരുവോണം എന്നത്. ഈ രാജാവ് ഒരു സങ്കല്പമാണെങ്കിലും അല്ലെങ്കിലും ലോകം മുഴുവനുമുള്ള ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഒരു വലിയ പാഠമാണ് മഹാബലി എന്ന മഹാനായ ചക്രവർത്തിയുടെ സൽഭരണം.